ഹായ് എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ആയാലും നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്ലം കേക്കിൻ്റെ പൂരം തന്നെ കാണും. ശരിക്കും എന്തെല്ലാം ഫ്ലേവേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. നമുക്കിതിൽ ഏതെടുക്കണമെന്ന് തന്നെ കൺഫ്യൂഷനായിരിക്കും. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ടും സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പ്ലം കേക്കിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്കത് തയ്യാറാക്കി വെക്കണം. ഞാൻ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈത്തപ്പഴവും ചെറിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും പിന്നെ ഉണക്കമുന്തിരി അതും നമ്മൾ വലുതാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. 2 ഐറ്റം എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി പിന്നെ എന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിച്ചാറോടെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. മിക്സിയിൽ അടിച്ചതല്ല, നമ്മുടെ ഈ പിഴിഞ്ഞ് നമ്മൾ എടുക്കില്ലേ, അങ്ങനെ എടുത്തത് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി നമ്മളൊന്ന് വെച്ചെടുക്കുക. ഇനി നമുക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. നമുക്ക് ആദ്യം ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് തനിയെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിം ആയിരിക്കണം. ഇനി നമുക്കൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒരു ബ്രൗൺ നിറമാക്കിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് സൂക്ഷിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഒന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ മുന്തിരിച്ചാറിൽ ഇട്ട് വെച്ച നമ്മുടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ്. ചാറെല്ലാം ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസവും ആ കുപ്പി എടുത്ത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യും. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും ആ ചാറ് പിടിക്കാൻ വേണ്ടിയിട്ട്. എത്ര ദിവസം ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നു ശരിക്കും അത്രയും കേക്കിന് ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ കുറച്ച് ചുക്ക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊന്ന് അത് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്കൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കണം. നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിനൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ചുകൂടി വലിയൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊടിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വിസ്ക്കാണ് കയ്യിലിരിക്കണേ. ആ വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബീറ്ററല്ല യൂസ് ചെയ്യുന്നത്, വിസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പഞ്ചസാരയും നമ്മുടെ ആ ഒരു പട്ട ഏലക്ക ഗ്രാമ്പൂവിൻ്റെ അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ചായിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതും കൂടി നമുക്കൊന്ന് ഇളക്കി അതിനകത്തേക്ക് ഒന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ നന്നായിട്ടൊന്ന് സ്പീഡിനൊന്ന് ഇളക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ 200 ഗ്രാം ബട്ടർ എടുക്കുക. എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരിട്ട് എടുക്കരുത്, അത് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അതിനെ ഒന്ന് വെളിയിലെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിസ്ക് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും, എങ്കിലും കുഴപ്പമില്ല. എല്ലാവരുടെ കയ്യിലും ബീറ്റർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് വനില എസൻസാണ്. ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പ്ലം എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കേക്കിന്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന മാവ് നമുക്ക് കുറച്ചായിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിരിക്കുന്ന മാവ് കുറച്ചായിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചൊന്ന് തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി മാവും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാൻ ഇതിലേക്ക് കുറച്ചായിട്ടാണ് നമ്മുടെ കാരമലൈസ് ചെയ്തിരിക്കുന്ന ഷുഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുത്താൽ അതൊരു വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അകം വേവാനായിട്ട് ചിലപ്പോൾ താമസമെടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നട്ട്സ് അങ്ങ് അടിയിൽ പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കാം എത്രത്തോളം ആവുമെന്ന്. ഞാനിവിടെ മൈദ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് 1 കിലോ കേക്കുണ്ട്. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ ബേക്കിംഗ് പാനിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ബട്ടറും കൂടി സൈഡിലെല്ലാം ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം, കാരണം അതിനകത്ത് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു റിങ്ങും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ബേക്കിംഗ് പാൻ ഇറക്കി വെച്ചെടുക്കേണ്ടത്. ആദ്യം ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ, പിന്നെ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഒരു 50 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കി. പക്ഷേ അത് വെന്തിട്ടില്ല, കാരണം കുറച്ചുകൂടി ഒന്ന് വേവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുക, കാരണം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കരിയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലോട്ടൊന്ന് മാറ്റണം. ഞാനിവിടെ മീഡിയത്തിൽ തന്നെയാണ് വെച്ചത്, എനിക്ക് വേറെ പ്രശ്നമൊന്നും വന്നില്ല. ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ട് വേവാത്തതുകൊണ്ട് പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തി വെക്കുമ്പോൾ അറിയാമല്ലോ, അതിനകത്ത് ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പറും കൂടി ഒന്ന് ഇളക്കി മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഷുഗർ സിറപ്പ് ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലൊരു ഗ്ലേസിങ് പോലെ തോന്നുന്നില്ലേ. നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഇതാണ് അത് കാണുന്നത്. ഞാനൊരു ചെറിയ കത്തി കൊണ്ടാണ് കട്ട് ചെയ്തത്, എന്നിട്ട് പോലും അത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അത് കട്ടായിട്ട് വന്നിട്ടുണ്ട്. അത് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ് അത് നന്നായിട്ട് കട്ടായിട്ട് വന്നത്. ഈ നട്ട്സ് എല്ലാം അതിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നട്ട്സ് എല്ലാം നന്നായിട്ട് ആ കേക്കിനുള്ളിൽ തന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും താഴ്ന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കറക്റ്റ് ബാറ്റർ ആകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അതിൽ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ലൂസായി പോകുമ്പോഴൊക്കെയാണ് അതൊന്ന് താഴ്ന്ന് അതിലേക്ക് ഒന്ന് പോവുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. താങ്ക് യു.